ബംഗ്ലാദേശിലെ 8 ഗ്രാമങ്ങൾ ഇന്ത്യയിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. അവർ ബംഗ്ലാദേശ് സർക്കാരിന് കത്തയച്ചു, ഇന്ത്യ ഗവൺമെൻറ്റിന് കത്തയച്ചു. ബംഗ്ലാദേശിൻ്റെ അതിർത്തി കാക്കുന്ന ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സ് അവർക്ക് കത്തയച്ചു, ഇന്ത്യയിലെ BSFന് കത്തയച്ചു. അവർ പറയുന്നത്, ഞങ്ങൾ ഇന്ത്യക്കാരാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യമുണ്ടായ സമയത്ത് തന്നെ ഞങ്ങളുടെ ആവശ്യം ഇന്ത്യയുടെ ഭാഗമാകണം. കാരണം ബ്രിട്ടീഷ് രേഖപ്രകാരം ഞങ്ങൾ പാകിസ്ഥാനിൽ പണ്ടായിപ്പോയത് തെറ്റാണ്. ഞങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ്. പക്ഷേ അപ്പോഴും പാകിസ്ഥാൻ ആയിരുന്നപ്പോഴും ഞങ്ങളുടെ പക്കലുള്ള രേഖകൾ പറയുന്നത് ഞങ്ങളുടെ ഈ 8 ഗ്രാമങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലാണ്. അതുകൊണ്ട് ഞങ്ങളെ ഇന്ത്യയിൽ ചേർക്കണം. ഈ അപേക്ഷ BSFന് കിട്ടി. BSF അവർക്ക് നോട്ടീസ് കൊടുത്തു. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അതിർത്തിക്കപ്പുറത്ത് നിന്ന് നിങ്ങളുടെ രേഖകളിലേക്ക് ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വല്ലാത്തൊരു തിരിച്ചടിയാണ്. ബംഗ്ലാദേശിലെ അതിർത്തി കാക്കുന്ന BGB എന്ന് പറയുന്നൊരു ബോർഡർ ഗാർഡ്സ് ഉണ്ട്. ഈ ബോർഡർ ഗാർഡ്സ് ഇന്ത്യയുമായിട്ട് ഇപ്പോൾ തർക്കത്തിലാണ്. അതിർത്തി 4906 കിലോമീറ്റർ അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കുവെക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അതിർത്തികളിലൊന്നാണ്. അവിടെ ഏതാണ്ട് 174 കിലോമീറ്റർ നദിയും ചതുപ്പുമാണ്. 864 കിലോമീറ്ററിൽ വേലി കെട്ടിയിട്ടില്ല. 569 കിലോമീറ്ററിൽ ഇപ്പോൾ മമതാ ബാനർജി വീണതിന് ശേഷം വേലി കെട്ടാനുള്ള പണി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ചു. ഇത് ബംഗ്ലാദേശ് അതിർത്തി സേനയായ BGBക്ക് വലിയ സൂചിച്ചിട്ടില്ല. അവർ വന്നിട്ട് നമ്മുടെ BSFനോട് ഓരോ തടസ്സം പറയുകയാണ്. കാരണം ബംഗ്ലാദേശ് ബോർഡർ ഗാർഡ്സ് എന്ന് പറയുന്ന ഈ അതിർത്തി സേന ഒരു കൊള്ളസംഘമാണ്. അവരാണ് പണം വാങ്ങിയിട്ട് നമ്മുടെ അതിർത്തിയിലെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ വഴി വലിയ തോതിൽ ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നത്. എന്തിനേറെ രസകരമായൊരു കാര്യം പറയും, നമ്മുടെ 1 രൂപ നാണയമില്ലേ, വലിയ തോതിൽ ഇന്ത്യയിൽ നിന്നുള്ള നാണയങ്ങൾ അങ്ങോട്ട് കടത്തും. അതായത് 1 രൂപയുടെ നാണയം കൊണ്ടുപോയാൽ അതുരുക്കി ബംഗ്ലാദേശികൾ 10 ഷേവിംഗ് ബ്ലേഡുകൾ ഉണ്ടാക്കും. ഒരു ബ്ലേഡിന് 10 രൂപ വില. അപ്പോൾ 1 രൂപയുടെ ഒരു നാണയം കൊണ്ട് അവർ 10 ബ്ലേഡ് ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ 100 രൂപ. അതിനുവേണ്ടി ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ നാണയങ്ങൾ വരെ ശേഖരിച്ച് കടത്തിക്കൊണ്ടുപോകും. മനുഷ്യക്കടത്തുണ്ട്, ആയുധക്കടത്തുണ്ട്, മയക്കുമരുന്ന് കടത്തുണ്ട്, ആളുകളെ കടത്തിവിടുന്നു. എല്ലാ നിയമലംഘനവും നടത്തിക്കൊണ്ടിരിക്കുന്ന BGBക്ക് വലിയ തിരിച്ചടിയാണ് നമ്മളിപ്പോൾ സുവേന്ദു അധികാരി വന്നതിന് ശേഷം ദ്രുതഗതിയിൽ അതിദ്രുതം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേലികെട്ട്. ഇതിൽ അസ്വസ്ഥരായ BGB അതിർത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഹരിദാസ്പൂർ, നോർത്ത് ആനന്ദപ്പാറ, ഗോപാൽപൂർ, ശ്യാംനഗർ, രാമചന്ദ്രപൂർ, കൃഷ്ണപൂർ ഈസ്റ്റ്, ദൗലത്പൂർ എന്നീ ഗ്രാമങ്ങളിലെ ആളുകൾ പറയുന്നത് ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങളുടെ പക്കലുള്ള രേഖകൾ ബ്രിട്ടീഷ് കാലം മുതലുള്ള രേഖകൾ ഞങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേലി കെട്ടുമ്പോൾ ഞങ്ങളെ ഇന്ത്യക്കുള്ളിലാക്കി വേലി കെട്ടണമെന്നാണ് ഇവരുടെ ആവശ്യം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നിർണായകമായൊരു നീക്കമാണിത്. കാരണം ഈ പ്രദേശത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഈ 8 ഗ്രാമങ്ങളുടെ പേര് കേട്ടറിയാം, എല്ലാ ഹിന്ദു പേരുകളാണ്. അവിടെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ഏതാണ്ട് 2 ലക്ഷം ജനങ്ങളേ ഉള്ളൂ. അവരെ വേണമെങ്കിൽ ഇന്ത്യക്ക് വേലി കെട്ടുമ്പോൾ ഒരു ശകലം ഒന്ന് വളച്ച് പിടിച്ചാൽ കെട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നത് ഒരു പ്രശ്നമാണ്. പക്ഷേ ഇന്ത്യ വളരെ തന്ത്രപൂർവ്വം ഈ അപേക്ഷകൾ BSFനെ കൊണ്ട് വാങ്ങി കയ്യിൽ വെച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അതിർത്തിയിൽ BGBയും BSFും തമ്മിലുള്ള തർക്കങ്ങൾ, കഴിഞ്ഞ ദിവസവും പ്രശ്നങ്ങളുണ്ടായി. ഈ തർക്കങ്ങൾ പരിഹരിക്കാൻ ഫ്ലാഗ് മീറ്റുകൾ നടത്തുമ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ ഒരു ട്രംപ് കാർഡ് പോലെ ഇത് ഉപയോഗിക്കാം. കാരണം രേഖകളുണ്ട്. പാകിസ്ഥാൻ ആയിരുന്ന സമയത്ത് തന്നെ ഈ 8 ഗ്രാമങ്ങളെ ഇന്ത്യയിലാക്കണമെന്ന് അന്ന് ബ്രിട്ടീഷ് രേഖയുണ്ടായിരുന്നു എന്ന് ഇന്ത്യക്ക് പറയാം. അതുകൊണ്ട് നിങ്ങൾ പ്രശ്നമുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈ 8 ഗ്രാമങ്ങളെ കൂടി ഉള്ളിലാക്കിയിട്ട് അതിർത്തി ഉണ്ടാക്കും എന്ന് ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡ് എടുക്കാം. ഇന്നലെയും BGBയും ഇന്ത്യയും തമ്മിൽ തർക്കമുണ്ടായിട്ടുണ്ട്. BGB പറയുന്നത് ഇന്ത്യ അനധികൃതമായി നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളെ അങ്ങോട്ട് തിരിച്ചയക്കുന്നു എന്നാണ്. ഇന്ത്യ തിരിച്ചയക്കുന്നവരെ പക്ഷേ ബംഗ്ലാദേശ് അങ്ങോട്ട് കയറ്റുന്നില്ല, BGB അങ്ങോട്ട് കയറ്റുന്നില്ല, BSF ഇങ്ങോട്ടും കയറ്റുന്നില്ല. ഇവരോ 2 രാജ്യങ്ങളുടെയും വേലിക്കടയിൽ നോമാൻസ് ലാൻഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ആ ഒരു ബഫർ സോൺ, അവിടെ പെട്ട് കിടക്കുകയാണ്. ഇന്ത്യ പറയുന്ന ഒരു കാരണവശാലും ഇങ്ങോട്ട് കയറ്റത്തില്ല, ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ വെടിവെക്കും എന്നാണ് ഇന്ത്യയുടെ സ്റ്റാൻഡ്. അപ്പോൾ ഇന്ത്യ ആളുകളെ തിരിച്ചയക്കാനുള്ള നടപടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല കൃത്യമായി സുവേന്ദു അധികാരി പറഞ്ഞു, ഡിറ്റക്ട്, ഡിലീറ്റ് ആൻഡ് ഡിപ്പോർട്ട്, കണ്ടുപിടിക്കുക, പേര് വെട്ടുക, നാട് കടത്തുക, ഇതാണ് നയമെന്ന് പറഞ്ഞിരിക്കുന്നു.
അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ തർക്കത്തിനിടയിലാണ് ഇന്ത്യക്ക് നിർണായകമായ പിന്തുണയുമായി ബംഗ്ലാദേശിൽ 8 ഗ്രാമങ്ങൾ വന്നിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വളരെ നിർണായകമായ ഈ അനുകൂല ഘടകത്തെ സഹായിക്കുന്ന മറ്റൊരു ഘടകം കൂടി പറയേണ്ടതുണ്ട്. തീൻ ബീഗ കോറിഡോർ എന്ന് പറയുന്ന ഒരു കോറിഡോറുണ്ട്. അതായത് ദഹഗ്രാം എന്ന് പറയുന്ന എൻക്ലേവിലേക്ക് കടക്കാൻ ഇന്ത്യ വിട്ടുകൊടുത്ത ഒരു സ്ഥലമാണ് തീൻ ബേഗ കോറിഡോർ. ഇന്ത്യയുടെ സ്ഥലമാണ്. ബംഗ്ലാദേശിന് അവരുടെ ദഹഗ്രാമിലേക്ക് പോകണമെങ്കിൽ ഇന്ത്യയുടെ ഈ സ്ഥലം വഴി കടന്നു പോകണം. അതിൻ്റെ സുരക്ഷ ഇന്ത്യ ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ 8 ഗ്രാമങ്ങൾ മാത്രമല്ല, ഈ തീൻ ബീഗ കോറിഡോർ സമ്പൂർണ്ണമായും ഇന്ത്യ ഏറ്റെടുത്തു. ഇന്ത്യ ഇപ്പോൾ പറയുന്നത് BJP ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയാൽ ഈ 8 ഗ്രാമങ്ങൾ മാത്രമല്ല, തീൻ ബീഗ കോറിഡോർ ഞങ്ങൾ തിരിച്ചെടുക്കും. തീൻ ബീഗ കോറിഡോർ ഇന്ത്യ തിരിച്ചെടുത്താൽ ദഹഗ്രാം മേഖലയിലേക്ക് ഇന്ത്യയുടെ അനുമതിയില്ലാതെ പിന്നീട് ബംഗ്ലാദേശിലെ ആർക്കും കടന്നു കയറാൻ പറ്റില്ല. ഇതാണ് പ്രധാനപ്പെട്ട ഒരു നിർണായകമായ തീരുമാനം BSFൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ബംഗ്ലാദേശ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഈ ചിക്കൻ നെക്ക് അങ്ങ് മുറിച്ച് കളയും, ഞങ്ങൾ വിചാരിച്ചാൽ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്, രംഗ്പൂർ എന്ന് പറയുന്ന ഒരു വലിയ ജില്ല. അത് അതിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിൻ്റെ ഭാഗമാണ് ഈ രംഗ്പൂർ വെസ്റ്റ് ബംഗാളിൻ്റെ അതിർത്തിയിലാണ്. ലാൻഡ് ലോക്ക്ഡാണ്. 3 വശത്തും ഇന്ത്യയാണ്. ഒരു ഭാഗത്തൂടെ മാത്രമേ അവർക്ക് ബംഗ്ലാദേശിൽ കയറാൻ പറ്റുള്ളൂ. വടക്ക് പടിഞ്ഞാറ് കിഴക്ക് ഇന്ത്യ, വെസ്റ്റ് ബംഗാളും മേഘാലയവുമായി അതിർത്തി പങ്കിടുന്നു ഈ രംഗ്പൂർ. അപ്പോൾ തെക്ക് മാത്രമാണ് ബംഗ്ലാദേശ് ഉള്ളത്. നമ്മൾ ഈ സിലിഗുരിക്ക് ഒരു ഭീഷണി വന്നാൽ നമുക്ക് ഈ തെക്ക് ഭാഗം നമ്മളങ്ങ് ബ്ലോക്ക് ചെയ്താൽ ബംഗ്ലാദേശിൻ്റെ ഭാഗമായിരിക്കുന്ന രംഗ്പൂർ പൂർണ്ണമായും ഇന്ത്യക്കുള്ളിലാവും. പിന്നെ 22 കിലോമീറ്ററുള്ള ചിക്കൻ നെക്കിനെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഇന്ത്യ അങ്ങനെ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവിടെ ഈ രംഗ്പൂരിൻ്റെ ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 85% മുസ്ലിങ്ങളാണ്. അപ്പോൾ രംഗ്പൂർ നമ്മൾ പിടിച്ചെടുത്തിട്ട് അവിടുത്തെ 85% വരുന്ന മുസ്ലിമുകളെ നമ്മൾ ഇന്ത്യയുടെ ഭാഗമാക്കണോ എന്നൊരു സംശയമുണ്ട്. ഏതായാലും ബംഗ്ലാദേശ് അതിർത്തിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ സങ്കീർണമാവുകയാണ്. കാരണം മമതാ ബാനർജി ബംഗ്ലാദേശിൻ്റെ അതിർത്തി തുറന്നിട്ട് അവിടെ നിന്ന് നിർബാധം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കും ബംഗ്ലാദേശി ബോർഡർ ഗാർഡ്സിനും കടന്നു കയറാനും അഴിമതി നടത്താനും ഒക്കെ അവസരം ഉണ്ടാക്കിയിരിക്കുന്നത് പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. മാത്രമല്ല, ജയ് ബംഗ്ല എന്ന് പറയുന്നത് ബംഗ്ലാദേശ് വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിൽ ഉയർന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യമാണ് ജയ് ശ്രീരാമിന് ബദലെന്നോണം മമതയുടെ TMC ബംഗാളിൽ മുഴക്കിക്കൊണ്ടിരുന്നത്. ബംഗ്ലാദേശിൻ്റെ മുദ്രാവാക്യമാണ് മമതയുടെ പാർട്ടിക്കാർ മുഴക്കിക്കൊണ്ടിരുന്നതെന്ന് പറയുമ്പോൾ അവരുടെ കൂറ ആരോടായിരുന്നു എന്നറിയണം. ഏതായാലും ബംഗ്ലാദേശിൽ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് പശ്ചിമ ബംഗാളിലെ ഭരണമാറ്റം. കാരണം അവരാശങ്കപ്പെടുകയാണ്, 20 ലക്ഷത്തോളം ബംഗ്ലാദേശികൾ ബംഗാളിൽ ഉണ്ടെന്നാണ് പറയുന്നത്. 20 ലക്ഷമൊന്നുമില്ല, യഥാർത്ഥത്തിൽ അത് കോടികൾ വരും. അവരെ മുഴുവൻ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചാൽ ബംഗ്ലാദേശ് തകർന്ന് തരിപ്പണമാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവർ പറയുന്നത്, അവിടെ മതമൗലികവാദികൾ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ യോഗം ചേർന്ന് പറയുന്നത് ഞങ്ങൾ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്താൽ ഈ ഊശാൻ താടിയും വെച്ച് നടക്കുന്ന തൊപ്പിയും വെച്ച് നടക്കുന്ന കുളിക്കാത്ത പന്നികളുടെയൊക്കെ നെഞ്ചത്ത് ഉണ്ട കയറുമെന്ന് ഇവന്മാർക്ക് അറിഞ്ഞുകൂടാഴിക്കൊന്നുമില്ല. അത് വെറുതെ ഗോഗ്വ വിളിക്കുന്നതാണ്. അതിന് സുവേന്ദു കൊടുത്ത മറുപടിയും വലിയ വൈറലായിട്ടുണ്ട്. അങ്ങനെ ഒന്ന് വന്ന് നോക്ക്, അപ്പോൾ അറിയാം എന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞത്. ഏതായാലും ബംഗ്ലാദേശിലെ 8 ഗ്രാമങ്ങൾ ഇന്ത്യയോട് ചേർന്ന് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ചില വാർത്തകൾ വരുന്നുണ്ട്. അത് നമ്മളൊന്ന് കൺഫേം ചെയ്തപ്പോൾ അങ്ങനെയല്ല. അത് ഇന്ത്യയുടെ ഭാഗമാകാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുന്നു. അവർ രേഖകൾ നമ്മുടെ BSFന് കൈമാറിയിരിക്കുന്നു എന്നൊക്കെയാണ് ഏറ്റവും പുതിയ വാർത്തകൾ വരുന്നത്. അത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. അതിലെ പുതിയ ഡെവലപ്മെൻറ്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാം. ഇന്ത്യ ലൈവ് കണ്ടുകൊണ്ടേയിരിക്കുക. കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.